ഹായ്, ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ പേര് ഫലിയ ജാഫർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് തമിഴിൽ കാണുന്ന പോലെ കൺട്രോൾ യുവർ ആങ്കർ ആൻഡ് അതർ ഇമോഷൻസ് ഓൾസോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ അത്ര എളുപ്പം എന്നുള്ള കാര്യമില്ല. നമുക്ക് ആങ്കർ എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് പ്രൊഫസർ ദ മെസ്സഞ്ചർ പറഞ്ഞിട്ടുണ്ടല്ലേ, ഗുസ്തി മത്സരത്തിൽ വിജയിക്കുന്നവനല്ല ശക്തിമാൻ, പകരം സ്വന്തം ശരീരം കോപം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് ശക്തിമാൻ എന്നുണ്ടായിരിക്കും മെസ്സഞ്ചർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ ചില ആൾക്കാരനല്ല കേട്ടോ. ഈ കോപം വരുമ്പോൾ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ, കോപം വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പിടിച്ചാൽ കിട്ടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ ദേഷ്യം പറയുന്ന സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്തൊക്കെ പറയണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അയാളെ എങ്ങനെയൊക്കെ നമുക്ക് ഇൻസൾട്ട് ചെയ്യാൻ പറ്റും, അയാളെ നമുക്ക് എന്തൊക്കെ വേർഡ്സ് വെച്ച് നമുക്ക് ഹേർട്ട് ചെയ്യാൻ പറ്റും. ആ അറ്റ്മോസ്ഫിയറിനെ നമ്മളെ ഒന്ന് ഇളക്കി മറിച്ച് കളയും. അതായത് മൊത്തത്തിലൊന്ന് നെഗറ്റീവ് ആക്കും നമ്മൾ, അല്ലേ? നമ്മൾ വേർഡ്സും ഉണ്ട്, ചിലർ വേർഡ്സും ഉണ്ട്, ചിലർ ആക്ഷൻസും ഉണ്ട്, ചിലർ പാത്രങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കും, പലതരത്തിലുള്ള അഗ്രസീവ് റിയാക്ഷൻസ് ഉണ്ടാവും, അല്ലേ? പലതരത്തിലുള്ള അഗ്രസീവ് റിയാക്ഷൻസ്. ചിലപ്പോൾ ഒരു പേഴ്സണോടാണെങ്കിൽ പേഴ്സൺ ചിലപ്പോൾ അടിച്ചെന്ന് വരും. അപ്പോൾ ആങ്കർ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ തന്നെ വെച്ച് നോക്കാം, വയലൻസ് എന്ന് പറയുന്നത് കുട്ടികൾ, ഈ ആങ്കർ എന്ന് പറയുന്നത് കുട്ടികൾ വയലൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലേ. പലതരത്തിലുള്ള ഫൈറ്റ്സ്, ആർഗ്യുമെൻറ്റ്സ്, മേർഡേഴ്സ്, അതുപോലെ ഒരുപാട് സിൻസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം. മർഡറുള്ള സിൻസ് വരെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ഒരു കുട്ടിയുടെ ഡെത്തൊക്കെ പറയാലോ, പ്രൊവക്കേഷൻ സീനാണ്. അത് പിന്നെ ആങ്കറാവും, പിന്നെ അതൊരു ഡെത്തിലേക്കൊക്കെയാണ് എത്തിക്കണതല്ലേ. അപ്പോൾ ഒരു ഫാമിലിയിൽ ആദ്യം അത് ആർഗ്യുമെൻ്റ് ആവും, പിന്നെ അത് വലിയൊരു ആങ്കർ ഇഷ്യൂസ് ആവും, പിന്നെ അത് ഈഗോ ഇഷ്യൂസ് ആവും. ആ ഈഗോ ഇഷ്യൂസിൽ നിന്ന് അത് വലിയ ഫൈറ്റായി മാറും. പിന്നെ അത് റിസോൾവ് ചെയ്യാൻ ഏതെങ്കിലും ഒരാൾ കാമാവണ്ടേ. അപ്പോൾ പറയുമല്ലോ, 2 കൈയും കൂട്ടിയിടിച്ചാൽ അവിടെ വലിയൊരു ഒച്ച ഉണ്ടാവുള്ളൂ. ഒരു കൈ കാമാവണം. ആ കാമാവണ ആളെന്ന് എപ്പോഴും നമ്മളായിരിക്കാൻ നമ്മൾ നോക്കണം. കാരണം ഈ കാമാവണ ആളാണ് എപ്പോഴും പടച്ചവൻ്റെ അടുത്ത് ഏറ്റവും അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ റമദാൻ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ മന്താണല്ലേ. പടച്ചവൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ ആയിട്ടുള്ള ഒരാളെയാണ്, ശാന്തനായ മനുഷ്യന്മാരെയാണ്. പടച്ചവൻ അങ്ങനെയുള്ള കാര്യം ആണ് അംഗീകരിച്ചിരിക്കുന്നത്. ശാന്തന്മാരെയാണ് അവനിഷ്ടം. അപ്പോൾ നമ്മളെപ്പോഴും ശാന്തമായ സ്വഭാവക്കാരായിരിക്കണം. ഈ ആങ്കർ എന്ന് പറയുന്നത് ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് തന്നെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി തന്നെ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സ്ട്രെസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് നമുക്ക് വേണ്ട. നമുക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള എൻവയോൺമെൻറ്റാണ് ഇഷ്ടം. ഹാപ്പി ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് എപ്പോഴും അബണ്ടൻസ് അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വന്ന് ചേരുള്ളൂ. അപ്പോൾ ആ കാമായിട്ടുള്ള ആ പേഴ്സൺ നമ്മളായിരിക്കാൻ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യണം. അൽഹംദുലില്ലാ, അത് നമ്മളായിരിക്കാൻ എപ്പോഴും. നമ്മളാണെങ്കിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു നോക്കട്ടെ, നമ്മളാവാൻ എപ്പോഴും നമ്മൾ ചൂസാണ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിൻറ്റ്. പിന്നെ അതർ ഇമോഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ സാഡ്, പിന്നെ ക്രൈ ചെയ്യണ കൂടെ ആൾക്കാരുണ്ട്, പിന്നെ ഫീമെയിൽസ് ഉണ്ട്. അൽഹംദുലില്ലാ, ഞാൻ അത്ര പെട്ടെന്ന് ക്രൈ ചെയ്യുന്ന ഒരാളല്ല. ഒരുപാട് പെട്ടെന്ന് ക്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാലും പെട്ടെന്നൊക്കെ ഇൻസൾട്ടൊക്കെ വരുമ്പോൾ, ഒരുപാട് ഇൻസൾട്ട്സൊക്കെ വരുമ്പോൾ ഓപ്പോസിറ്റുള്ള ആളിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് ക്രൈ ചെയ്യുന്ന ഫീമെയിൽസ് ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അപ്രിസിയേഷൻസ് ഒന്നും കിട്ടാതെ വരുമ്പോൾ ക്രൈ ചെയ്യുന്നവരുണ്ടാവും. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പിന്നെ സാഡായിട്ടിരിക്കുന്ന ആൾക്കാർ, ഡിപ്രസ്ഡായി പോണവർ പെട്ടെന്ന്, പിന്നെ എന്തൊക്കെ കിട്ടിയാലും സാറ്റിസ്ഫൈഡ് ആകാത്ത ആൾക്കാർ, പിന്നെ ഈ കമ്പാരിസൺ നടത്തുന്ന ആൾക്കാർ. അപ്പോൾ എന്തൊക്കെ കിട്ടിയാലും പീസിലില്ലാത്ത ഒരുപാട് പേരുണ്ടാവും, അല്ലേ? പക്ഷെ നമ്മൾ പറയട്ടെ, എത്ര ചെറിയ സന്തോഷമാണെങ്കിലും, എത്ര ചെറിയ കാര്യമാണെങ്കിലും, നമ്മൾ ഏത് അവസ്ഥയിലാണോ അവിടെ ഹാപ്പിനെസ് ഉണ്ടാവുക, അതാണ് നമ്മൾ ശ്രമിക്കുക. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്, അല്ലേ? അവിടെ ഒരുപാട് അബണ്ടൻസ് വരും. അപ്പോൾ ഏത് അവസ്ഥയിലാണ് നമ്മൾ അൽഹംദുലില്ലാ ഇപ്പോൾ ഇരിക്കുന്നത്, അവിടെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാൻ നോക്കാം. എല്ലാ ഇമോഷൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള ഇമോഷൻസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ ഇമോഷൻസൊന്നും നമുക്ക് ഒരു കാര്യമില്ല. നമുക്ക് കിട്ടുന്ന നല്ല ഇമോഷൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആൻഡ് സ്മൈലിങ് ഇമോഷൻസാണ്. അൽഹംദുലില്ലാ, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇപ്പം നമ്മളെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക.
ഇപ്പം നമ്മുടെ കയ്യിലൊരു ഫോൺ പൊട്ടിയതാണ് ആയിട്ടുള്ളതെങ്കിലും ഫോൺ ഇനി ഐഫോൺ കിട്ടിയില്ല, എനിക്ക് ഐഫോണേ കിട്ടാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആവശ്യം പിടിക്കാതെ ഇപ്പോൾ ഉള്ള ഫോണിനോടും ഇപ്പോൾ ഉള്ള എന്താണെങ്കിലും നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിരിക്കാം. നാളെ ഐഫോൺ കിട്ടണമെങ്കിൽ ഈ ഫോണിനോട് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രേറ്റ്ഫുൾ ഇപ്പോൾ വലിയ വലിയ കൺട്രീസ് ഇപ്പോൾ പുറത്തുള്ളവരൊക്കെ ഉപയോഗിക്കുന്നത് ഐപാഡല്ലേ, അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറയാതെ ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ ഇതുണ്ടല്ലോ നാളെ എനിക്കത് കിട്ടും എന്ന് ഡ്രീം ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോഴുള്ള ഹാപ്പിനെസ് നമ്മൾ പരമാവധി സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എത്ര സാഡുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നമുക്കിപ്പോഴുള്ള എന്ത് ചെറിയ ചെറിയ ഹാപ്പിനെസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ അപ്രിസിയേഷൻസിന് വേണ്ടി ഒരുപാട് പോകാതിരിക്കാം. ഇപ്പം നല്ലൊരു സാധനം നമ്മൾ ഹാപ്പി ആയിട്ട് കുക്ക് ചെയ്ത് ഒരാളുടെ മുന്നിൽ കൊണ്ട് വെച്ച് ഒരു അപ്രിസിയേഷൻസ് അയാളുടെ അടുത്ത് നിന്ന് കിട്ടിയില്ല എങ്കിലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിക്കുക. ആരുടെ അടുത്തും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. സ്വന്തം പാർട്ട്ണറാവട്ടെ, മകനാവട്ടെ, ആരാണെങ്കിലും, മദറാവട്ടെ, പാരൻസ് ആവട്ടെ, ആരാണെങ്കിലും ആൾക്കാണ് നമ്മളത് കുക്ക് ചെയ്തെങ്കിലും അത് പറഞ്ഞില്ല എങ്കിലും അവർ നെഗറ്റീവ് പറഞ്ഞെങ്കിലും സാരമില്ല പോട്ടെ, നിങ്ങൾക്കത് ടേസ്റ്റായി തോന്നിയോ അൽഹംദുലില്ലാ, നിങ്ങൾ പറയാം എനിക്കിഷ്ടപ്പെട്ടല്ലോ, കുഴപ്പമില്ല. അവരത് പറഞ്ഞല്ല ഒന്നും എനിക്കത് കുഴപ്പമില്ല. എന്നെ പഠിച്ചവൻ എന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രം നോക്കാം. അൽഹംദുലില്ലാ, യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ സെൽഫ്, അത്ര മതി. പിന്നെ നിങ്ങളോട് തന്നെ ഒരു തൃപ്തി ഉണ്ടായിരിക്കുക, നിങ്ങളെ സെൽഫിനോട് തൃപ്തി ഉണ്ടായിരിക്കുക. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഡൗണായി തോന്നുമ്പോൾ, ഒരുപാട് ഡൗൺ ആകുമ്പോൾ അതുപോലെ ക്യാമറയുടെ മുന്നിൽ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ മിററിലൊന്ന് പോയി നോക്കുക. നിങ്ങൾക്കുള്ള ഫീച്ചേഴ്സിനൊക്കെ ഒന്ന് സ്വയം ഒന്ന് അൽഹംദുലില്ലാ ഇതൊക്കെ ഉണ്ടല്ലോ എനിക്ക് കൈയുണ്ട്, കാലുണ്ട്, അതൊക്കെ അല്ലാഹു അനുഗ്രഹിച്ച് തന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ ഗിഫ്റ്റഡായിട്ട് കിട്ടിയ കാര്യങ്ങളാണല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ഐ എം ഹെൽത്തി ഫിറ്റ്, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. ഈ ഹെൽത്തി ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വേറെ എന്തെങ്കിലുമൊക്കെ അൽഹംദുലില്ലാ അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളും അൽഹംദുലില്ലാ പറയാം. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ പടച്ചോൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബ്ലെസ് ചെയ്ത് തരും കേട്ടോ. റമദാനെ വരുന്ന ഒരുപാട് സ്പിരിച്വാലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് റമദാൻ അല്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. നമ്മളെപ്പോഴും പടച്ചോനോട് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വന്നു ചേരും. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇമോഷൻസ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കാം. നമ്മുടെ ഇമോഷൻസിനെ ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഒരിക്കലും മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ മനസ്സിനെ എപ്പോഴെങ്കിലും താഴോട്ട് പോകാൻ തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും ലുക്ക് ഫോർ ദ ബെസ്റ്റ് ഇൻ യുവർ ലൈഫ്. നല്ല കാര്യങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ കിട്ടിയതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബുക്കിൽ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതിന് നിങ്ങളെന്തെങ്കിലും ചീത്ത പറയുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ പ്രീവിയസ് അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒന്ന് സ്ട്രെസ് തോന്നുമ്പോൾ അതൊന്ന് മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും. അൽഹംദുലില്ലാ, ഇത്രയൊക്കെ ഉള്ളൂ. Thank you so much for listening to me. If you like this video, do share and subscribe. Thank you all.